ഈ മുണ്ടക്കൈ ടൗണിൽ നമുക്ക് ദൂരെ കുന്നിന്റെ മുകളിൽ കാണാം കോട നിൽക്കുന്ന ഭാഗത്ത് ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ സ്ഥലം. അതാണ് പ്രഭവ കേന്ദ്രം. അവിടെ നിന്നാണ് കുത്തിയൊലിച്ച് ഈ ഉരുള് താഴേക്ക് വന്ന് ഈ മുണ്ടക്കൈ ടൗൺ ആകെ എടുത്തുകൊണ്ട് താഴേക്ക് ഒഴുകിപ്പോയത്. ഇതിന് താഴേക്കുള്ള ദൃശ്യങ്ങൾ അതിഭീകരമാണ്. കാരണം നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഉള്ള വലിയ പാറക്കല്ലുകൾ ആണ് ഉരുണ്ട് താഴേക്ക് വന്നിരിക്കുന്നത്. ഈ മുണ്ടക്കൈ ടൗണിന്റെ ഈ ഭാഗം ഇപ്പോൾ കണ്ടാൽ ഒരു നഗരത്തിന്റെ ഒരു അസ്ഥിപഞ്ജരം, ഒരു ടൗണിന്റെ അസ്ഥിപഞ്ജരം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു മുസ്ലിം പള്ളിയും ഒരു കെട്ടിടവും മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി മുഴുവൻ ഉരുള് എടുത്തുകൊണ്ടുപോയി. ഇപ്പോൾ JCB കൊണ്ട് തിരച്ചിൽ നടക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഈ ടൗൺ നിന്ന ഭാഗത്തും ഒപ്പം തന്നെ ഇതിന് താഴെ പുഴ ഒഴുകി വന്ന പുഴ നേരത്തെ ഒരു അരുവി പോലെയാണ് ഈ ഭാഗത്ത് ഒഴുകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഭാരതപ്പുഴയുടെയൊക്കെ അത്ര വീതിയുള്ള ഒരു മൺതിട്ടയൊക്കെയുള്ള ഒരു വലിയ പുഴയായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെയൊക്കെ ഇപ്പോൾ JCB ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വീടുകളായിരുന്നു. താഴേക്കുള്ള ആ പുഴയുടെ അരികിലെല്ലാം വീടുകളുണ്ടായിരുന്നു. ആ വീടുകളൊന്നും ഇപ്പോൾ കാണാനില്ല. അവിടെല്ലാം ഉയരത്തിൽ മൺകൂനകളാണ്. അവിടെയൊക്കെ ഇനി എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ ഈ JCB കൊണ്ട് അന്വേഷിക്കുക എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം അത്ര വലിയ ഏരിയയിലാണ് ഈ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനടിയിലെല്ലാം വീടുകളുണ്ടായിരുന്നു. വാഹനങ്ങൾ ഇപ്പോഴും അവിടെ തകർന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ മുണ്ടക്കൈ ടൗണിന്റെ നടുവിൽ സെൻട്രൽ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു കെട്ടിടത്തിന്റെ അസ്ഥിപഞ്ജരവും ഒരു പള്ളിയും മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കിയെല്ലാം നശിച്ചു പോയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരുടെ കൂടുതൽ സജ്ജീകരണങ്ങൾ ഇവിടേക്ക് വരേണ്ടതുണ്ട്. അതിപ്പോൾ ആ ബെയിലിപ്പാലം തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ JCBകൾ, ഇന്നിപ്പോൾ ഈ പുഴ മുറിച്ച് കടത്തിയ വെള്ളത്തിന്റെ ഒഴുക്ക് ഒന്ന് കുറഞ്ഞപ്പോൾ കയറ്റിവിട്ട JCBകളാണ് ഇപ്പോൾ ഇവിടെ ഈ മണ്ണ് മാന്തി നോക്കുന്നത്. ഇന്ന് മാത്രമാണ് ഇങ്ങനെ JCB ഉപയോഗിച്ചുള്ള ഈ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇനി ബെയിലിപ്പാലം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞാൽ കൂടുതൽ JCBകൾക്ക് കടന്നു വരാൻ കഴിയും. ഇപ്പോൾ ഒരു ആശ്വാസമുള്ളത് ഇവിടെ മുണ്ടക്കൈയിൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. കോട ഇറങ്ങിയിട്ടുണ്ട്, തെളിഞ്ഞ അന്തരീക്ഷമാണ്. അതുകൊണ്ട് വലിയ ആശ്വാസം. പുഴയിൽ നീരൊഴുക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം വലിയ ചെളിക്കെട്ടുകളാണ്. ഈ ചെളിക്കെട്ടെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചതുപ്പ് പോലെ ചെളി രൂപപ്പെട്ടിരിക്കുകയാണ്. അവിടെ ചവിട്ടിയാൽ താഴ്ന്നു പോകും. മാത്രമല്ല ഈ വീടുകൾക്കൊക്കെ മുന്നിൽ കിണറുകളുണ്ടായിരുന്നു. ആ കിണറെല്ലാം ചെളി കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതൊക്കെ വലിയ അപകടമാണ്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ, രക്ഷാപ്രവർത്തകർ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അപകടത്തിൽ പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവരതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ചില പാടികളും ഒപ്പം തന്നെ വീടുകളുമുണ്ട്. പക്ഷേ അവരുടെ ഭാഗ്യം കൊണ്ട് ആ ഭാഗത്തേക്ക് ഈ വീട് നിൽക്കുന്ന ഭാഗം വരെയാണ് ഈ ഉരുളെത്തിയത്. അതിന് മുകളിലേക്ക് പോയില്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരു കുന്നുകൂടി ഈ ഉരുൾപൊട്ടലിന്റെ പ്രഹരത്തിൽ പോകുമായിരുന്നു. ഇപ്പോൾ ഈ ടൗണിന്റെ ഈ വശത്തും സമാനമായ രീതിയിൽ വലിയൊരു കുന്നാണ് ഉണ്ടായിരുന്നത്. ആ കുന്നിന്റെ ഭാഗത്താണ് വലിയൊരു ഗർത്തം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് ഭൂമി നെഞ്ച് പിളർന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ കോടയും ഈ ചെറിയ മഞ്ഞുമൊക്കെ ഉള്ളതുകൊണ്ട് ആ ദൃശ്യങ്ങൾ ആ വ്യക്തതയിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഈ ഉരുൾപൊട്ടലിന്റെ അവസ്ഥ, അതിന്റെ ഭീകരത, ഒരുപക്ഷെ കേരളം ഇത്ര വലിയൊരു ഉരുൾപൊട്ടൽ കണ്ടു കാണില്ല. കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഇതിനു മുൻപ്. അത്ര വലിയ പാറക്കെട്ടുകളാണ്. ഈ ഒരു മല മുഴുവൻ പാറക്കല്ലുകളായിരുന്നു. അത് ഭൂമിക്കടിയിൽ നിന്ന് തന്നെ ആ പാറകൾ പൊട്ടി തകർന്നുകൊണ്ടാണ് താഴേക്ക് ഉരുണ്ടുപോയത്. നമുക്ക് താഴെയുള്ള ഭാഗം കാണുമ്പോൾ അത്ഭുതം തോന്നും. കാരണം എങ്ങനെയാണ് ഈ ഇത്രയും വലിയ പാറകൾ താഴേക്ക് എത്തിയതെന്ന്. ഒന്നും രണ്ടുമല്ല, നമ്മളുടെ ഈ പെബിൾസ് ഒക്കെ കിടക്കുന്നത് പോലെയാണ് വലിയ ഉരുളൻ പാറക്കല്ലുകൾ അവിടെ കിടക്കുന്നത്. ഏതായാലും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ കെട്ടിടങ്ങളുണ്ട്, നിരവധി വീടുകളുണ്ട്. ഈ JCB കൊണ്ട് ഈ ചെളി മുഴുവൻ മാറ്റി നോക്കിയാൽ മാത്രമേ ഇതിനുള്ളിൽ മനുഷ്യർ അവശേഷിച്ചിട്ടുണ്ടോ എന്ന് കാണാൻ കഴിയുകയുള്ളൂ. ആ താഴെ ആ ഒരു അരുവി വരുന്നിടത്ത്, ആ അരുവി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞൻ അരുവി പോലെ തോന്നും. പക്ഷെ അത് വീതിയുള്ള കുറച്ച് വലിയൊരു സ്ട്രീമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ NDRFന്റെ സംഘം അവിടെ ഇറങ്ങി പരിശോധന നടത്താൻ പോവുകയാണ്. ആ കല്ലുകൾക്ക് അടിയിൽ മനുഷ്യർ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനാണ് അവർ ഇറങ്ങുന്നത്. അവിടെ വലിയൊരു ചെളിക്കെട്ട്, ആ ചെളിക്കെട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ വീടുകളും ഈ ടൗണിന്റെ ഭാഗമായിട്ടുള്ള കടകളും ഉണ്ടായിരുന്ന ഭാഗമാണ്. അതൊരു വലിയ കുന്നുമാണ്. ആ കുന്നിന്റെ ഒരു ഭാഗം ഇടിച്ചുകൊണ്ടാണ് ഈ വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോയത്. ഏതായാലും അതിഭീകരമായ അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒലിച്ചുപോയ വീടുകളെല്ലാം, അതിന്റെ എല്ലാം അവശിഷ്ടം താഴെ ചൂരൽമലയുടെ ഭാഗത്താണ്, ആ പുഴയുടെ ഭാഗത്താണ് അടിഞ്ഞിരിക്കുന്നത്. ഏതായാലും 12 മണിയോടെ ബെയിലിപ്പാലം പൂർണ്ണസജ്ജമായാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് വലിയ സജ്ജീകരണങ്ങളുമായി ഇവിടേക്ക് എത്താൻ കഴിയും. പൂർണ്ണതോതിൽ ഇവിടെയുള്ള ഈ തിരച്ചിലും ഈ ചെളി മാറ്റുന്നതുമൊക്കെ കൂടുതൽ ശക്തമായി തുടരാൻ കഴിയും. ആര്യ.
ശരി, എന്തായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. നോക്കൂ എത്രത്തോളം തീവ്രത ഇവിടെയൊക്കെ എത്രത്തോളം തീവ്രതയുണ്ടായിരുന്നു ആ ഉരുൾപൊട്ടലിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.